ധനുഷ് നായകനായ മാരിയുടെ രണ്ടാമത്തെ ചിത്രമായ കർണനിലൂടെ തമിഴിൽ അരങ്ങേറ്റം കുറിച്ചിരുന്നു രജിഷ വിജയൻ. ചിത്രത്തിൽ ധ്രുവിൻ്റെ ജോഡിയായി അനുപമയും സഹോദരിയായി രജിഷയും അഭിനയിക്കുമ്പോൾ രണ്ട് അഭിനേതാക്കൾക്കിടയിൽ അരക്ഷിതാവസ്ഥ സ്ഥാനമില്ലെന്ന് രജിഷ ചൂണ്ടിക്കാണിക്കുന്നു. സിനിമയിലെ ഓരോ കഥാപാത്രത്തിനും മാരി സാർ പ്രാധാന്യം നൽകുന്നു. പുരുഷന്മാരായാലും സ്ത്രീകളായാലും മൃഗങ്ങളായാലും ഓരോരുത്തരെയും വ്യത്യസ്ത തലത്തിലാണ് അദ്ദേഹം ചിത്രത്തിൽ പ്രതിദാനം ചെയ്യുന്നത്. അവർക്ക് അർഹമായ സ്ക്രീൻ സ്പേസ് ലഭിക്കുന്നു. രജിഷ ഉറപ്പോടെ പങ്കുവയ്ക്കുന്നു. അനുപമയെ പോലൊരു നടിയോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മാരി സാറിൻ്റെ നായികയായി തമിഴിൽ അരങ്ങേറ്റം കുറിച്ചപ്പോൾ അനുപമയ്ക്ക് അത്തരം അരക്ഷിതാവസ്ഥകളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ എൻ്റെ ഉറ്റ സുഹൃത്തായി മാറിയിരുന്നു. അനുപമ ഒരു രത്നമായതുകൊണ്ടാണ് ചിത്രീകരണത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഞങ്ങൾ പരസ്പരം ആഹ്ലാദിക്കുകയായിരുന്നു. മാരി സാർ ഒരു ടേക്കിന് ഓക്കെ നൽകിയപ്പോഴും അത് ആഘോഷത്തിനുള്ള സമയമായിരുന്നു. ഓരോ ഘട്ടത്തിലും അവർ നന്നായി അഭിനയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ധ്രുവ് എന്തെങ്കിലും അപകടമായ സ്റ്റണ്ടിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങൾ എല്ലാവരും ആശങ്കാകുലരായിരുന്നു. സിനിമയുമായി ബന്ധമില്ലാത്ത കുടുംബങ്ങളിൽ നിന്നുള്ള അനുപമയെ അവരെയും കുറിച്ച് രജിഷ പരാമർശിച്ചു. ധ്രുവ് ദേശീയ അവാർഡ് ജേതാവായ നടൻ വിക്രമിൻ്റെ മകനായതിനാൽ സ്വജനപക്ഷപാത ചർച്ചയെ അഭിസംബോധന ചെയ്തു.